പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തേർഡ് ചാപ്റ്റർ തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി, അറ്റോമിക് സൈസ്, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് തുടങ്ങിയവയെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? നോക്കിക്കേ, ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി ചേഞ്ച്, അതായത് എക്സ് എക്സ് മൈനസ് ആകണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് when an electron is added to an isolated gaseous atom. ഇനി ദിസ് എൻതാൽപ്പി ചേഞ്ച് ക്യാൻ ബി എൻഡോതെർമിക് ഓർ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എനർജി കൊടുത്തുമാകാം, എനർജി റിലീസ് ചെയ്തും ഈ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാം. ഫസ്റ്റ് കേസ് ഹാലജൻ ഫാമിലി എടുക്കുക. ഹാലജൻ ഫാമിലി അറിയാലോ, ഏതൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. പീരിയോഡിക് ടേബിളില് റൈറ്റിൽ കിടക്കുന്ന ഗ്രൂപ്പാണ് ഹാലജൻ ഫാമിലി. ഇതില് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ ഇതിന്റെ ജനറൽ NS2 Np5 ആണ്. വാലൻസ് ഷെൽ എന്ന് പറയുന്നത് 5+2 7 വാലൻസ് ഇലക്ട്രോൺ ആണ്. ഒരു ഇലക്ട്രോണിനെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഏത് കോൺഫിഗറേഷൻ ആകും? സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആകും, അല്ലെ? സോ മോർ എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. വളരെ കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും ആ സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് പോകുന്ന കാരണം. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈലി നെഗറ്റീവ് ആയിരിക്കും. Is it clear? So in halogens, by gaining one more electron, it attains stable noble gas configuration. ഏത് കോൺഫിഗറേഷൻ ആണ്? സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. സോ മോർ എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. അപ്പൊ അത് എക്സോതെർമിക് ആണ്. അതിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ എന്ന് പറയുന്നത് ഹൈലി നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത കേസ് നോബിൾ ഗ്യാസസിന്റെ കേസ് എടുക്കാം. നോബിൾ ഗ്യാസസിന്റെ കോൺഫിഗറേഷൻ എന്താണ്? NS2 Np6 ആണ്. That means the valence shell is fully filled, completely filled ആണ്, അല്ലെ? fully filled state ആണ്. fully filled സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്റ്റേബിൾ ആണ്. അപ്പം ഇനി ഒരു ഇലക്ട്രോണിനെ കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ അടുത്ത ഹയർ ലെവലിലേക്ക് പോകണം, വേണ്ടേ? സോ എനർജി റിലീസ് ചെയ്യുമോ? ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സമ്മതിക്കുമോ? ഇതിന്റെ സ്റ്റെബിലിറ്റി നശിപ്പിക്കാൻ സമ്മതിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ എനർജി അങ്ങോട്ട് കൊടുക്കണം ഈ ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യണമെങ്കിൽ. അപ്പം അതുകൊണ്ട് ദി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഈസ് പോസിറ്റീവ് ഇൻ ദ കേസ് ഓഫ് നോബിൾ ഗ്യാസസ്. ഫോർ എക്സാമ്പിൾ ഈ നിയോൺ 1s2 2s2 2p6 ആണ്. ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഈ കോൺഫിഗറേഷൻ ഒരു ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഏത് ലെവലിലേക്ക് പോകണം? അടുത്തൊരു ലെവൽ കണ്ടുപിടിക്കണം, ഹയർ പ്രിൻസിപ്പൽ ലെവലിലേക്ക് പോകണം. അത് അൺസ്റ്റേബിൾ ആണ്, അൺസ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഓഫ് നോബിൾ ഗ്യാസ് ഈസ് പോസിറ്റീവ്. ഓക്കെ, പക്ഷെ ജനറൽ ആയിട്ട് നമ്മൾ പറയാറുണ്ട്, എന്താണ് പറയാറുണ്ട്? വാട്ട് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് when an electron is added to an isolated gaseous atom. Okay, ഇനി ഒരു പീരിയഡിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ വേരി ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ പഠിച്ചു ഒരു പീരിയഡിൽ എന്താണ് കൂടുന്നത്? എലോങ് എ പീരിയഡ് എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു, സൈസ് കുറയുന്നു. സോ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്, സൈസ് ഡിക്രീസസ്. ശരിയല്ലേ? അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ തന്നെ ആ ഒരു ഇലക്ട്രോണിനെ കൂടി സ്വീകരിക്കാനുള്ള പ്രവണത കൂടി കൂടി വരും. സോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ആറ്റത്തിന് എന്തിനുള്ള ടെൻഡൻസിയാണ്? ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസിയാണ്. അപ്പം കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയും? എനർജി റിലീസ് ചെയ്യുന്നതിന്റെ സൈൻ നമ്മൾ എന്താ കൊടുക്കുന്നത്? നെഗറ്റീവ് സൈൻ ആണ്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ എന്താകുന്നു? മോർ നെഗറ്റീവ് ആകുന്നു. ശരിയല്ലേ? സോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, electron gain enthalpy value become
മോർ നെഗറ്റീവ്. മോർ നെഗറ്റീവ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും. ശരിയല്ലേ? ഇനി ഒരു ഗ്രൂപ്പിൽ എന്താ സംഭവിക്കുന്നത്? ഗ്രൂപ്പിൽ നമുക്കറിയാം താഴേക്ക് വരുന്തോറും നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നു. നമ്പർ ഓഫ് ഷെൽസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. കൂടാതെ ഷീൽഡിംഗ് ഇഫക്റ്റും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഷീൽഡിംഗ് ഇഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ആദ്യം പഠിച്ച റീസൺസ് തന്നെയാണ്. ഷീൽഡിംഗ് ഇഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഷീൽഡിംഗ് ഇഫക്റ്റ് കൂടിയാൽ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യുന്നു. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്താണ്? ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് ഒരു ഇലക്ട്രോണിനെ കൂടി പിടിച്ച് അതിലേക്ക് ചേർക്കാൻ ഇഷ്ടമുണ്ടാവോ? ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഓട്ടോമാറ്റിക്കലി ആ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ലെസ് നെഗറ്റീവ് ആയിട്ട് മാറുന്നു. ശരിയല്ലേ? മോർ നെഗറ്റീവ് ആകണമെങ്കിൽ ആറ്റത്തിന് കൂടുതൽ ന്യൂക്ലിയർ ചാർജ് വേണം, കൂടുതൽ ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസിയും വേണം. പക്ഷെ ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുകയാണ് ചെയ്യുന്നത്. സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ, അപ്പം ഫ്രം ടോപ്പ് ടു ബോട്ടം എന്താ സംഭവിക്കുന്നത്? ഗ്രൂപ്പില് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ബിക്കം ലെസ് നെഗറ്റീവ്. ലെഫ്റ്റ് ടു റൈറ്റ് മോർ നെഗറ്റീവ് ആണ്, ടോപ്പ് ടു ബോട്ടം ലെസ് നെഗറ്റീവ് ആണ്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ലെഫ്റ്റ് ടു റൈറ്റ് മോർ നെഗറ്റീവ് വാല്യൂ ആകുന്നു, ടോപ്പ് ടു ബോട്ടം ലെസ് നെഗറ്റീവ് വാല്യൂ ആകുന്നു നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു അനോമലസ് ബിഹേവിയർ ഉണ്ട്. നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി വാല്യൂ കണ്ടപ്പോൾ ഒരു അനോമലസ് ബിഹേവിയർ കണ്ടു. അതുപോലെ ഇവിടെ ഒരു ഗ്രൂപ്പിൽ ഒരു അനോമലസ് ബിഹേവിയർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയൺ. അതുപോലെ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം. ഈ രണ്ട് ഗ്രൂപ്പുകൾ പരിഗണിക്കുകയാണെങ്കിൽ ഓക്സിജനേക്കാൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ കുറവാണ് ആർക്ക് വരേണ്ടത്? സൾഫറിന് വരേണ്ടത്. അതുപോലെ ഫ്ലൂറിനേക്കാൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവാണ് ക്ലോറിന് വരേണ്ടത്. പക്ഷേ ഇവിടെ ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ മോർ നെഗറ്റീവ് ആണ്. ആരേക്കാൾ? ഫ്ലൂറിനേക്കാൾ. ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ലെസ് നെഗറ്റീവ് ആണ്. ആരേക്കാൾ? ക്ലോറിനേക്കാൾ. ഇവിടെയും അത് തന്നെ കേസ്. ഓക്സിജന്റെ ലെസ് നെഗറ്റീവ് ആണ്. ആരേക്കാൾ? സൾഫറിന്റേതിനേക്കാൾ. ഇതിന് കാരണം എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ്. ഫ്ലൂറിനിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുകയാണ്. ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 1s2 2s2 2p5 ആണ്. നോക്കിക്കേ, ഏത് പ്രിൻസിപ്പൽ ലെവലാണ്? 2 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ലെവലാണ്. ഇനി ക്ലോറിന്റെ പ്രിൻസിപ്പൽ ലെവൽ ഏതാണ്? 3s2 3p5 ആണ്. നോക്കിയേ, ഫ്ലൂറിന്റെ വീട് ചെറുതല്ലേ? ഫ്ലൂറിന്റെ ആ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് n=2 ലെവൽ അല്ലേ? n=2 ലെവൽ എന്ന് പറയുന്നത് കോമ്പാക്ട് സൈസ് ആണ്. എന്ത് സൈസ് ആണ്? കോമ്പാക്ട് സൈസ് ആണ്. കോമ്പാക്ട് സൈസ് ആണ് ഫ്ലൂറിൻ. പക്ഷെ അതിനേക്കാൾ വലിയ വീട്ടിലാണ് ആര് താമസിക്കുന്നത്? ക്ലോറിൻ താമസിക്കുന്നത്. അപ്പൊ ക്ലോറിൻ n=3 ലെവലാണ്. ഇനി വരുന്ന ഇത്രയും ആരാണ്? ഇലക്ട്രോൺസ് ആണ്. രണ്ട് ഇലക്ട്രോണുകൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്താണ്? ഭയങ്കര സ്നേഹമാണോ? അല്ല. അവര് തമ്മിൽ എന്തായിരിക്കും? റിപ്പൽഷൻ ഉണ്ടാകും. ശരിയല്ലേ? അപ്പം വീട് ചെറുതാണ്, സൈസ് ചെറുതാണ്. സൈസ് ചെറുതാണ്, ഇലക്ട്രോൺസിന്റെ എണ്ണം ഓൾറെഡി ഇവിടെ 7 ഇലക്ട്രോൺ ഉണ്ട്, അതിന്റെ കൂടെ ഒരെണ്ണം കൂടി വരികയാണ്. അപ്പൊ അവിടെ എന്തുണ്ടാകും? മോർ ഇലക്ട്രോൺ റിപ്പൽഷൻ. ഇവിടെ ഇൻ ദ കേസ് ഓഫ് ഫ്ലൂറിൻ മോർ ഇലക്ട്രോൺ റിപ്പൽഷൻ. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണിനെ കൂടി സ്വീകരിക്കാൻ ആർക്ക് മടിയുണ്ട്? ഫ്ലൂറിന് മടിയുണ്ട്. That is why the electron gain enthalpy value of fluorine is less negative. Whereas in chlorine, the added electron enters in the n=3 level, where less electron repulsion due to its large size. Electron repulsion കുറവാണ് compared to fluorine. So that is why the electron gain enthalpy of chlorine is more negative. ഇത് തന്നെയാണ് ഓക്സിജന്റെയും സൾഫറിന്റെയും കേസിൽ. Here electrons are added to n=2 level. Here it is n=3 level.
So here electron-electron repulsion is less in sulfur. Electron-electron repulsion is less due to its large size. Whereas in oxygen, electron-electron repulsion is more due to its compact size. Okay. ഇത് പരീക്ഷയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് പഠിച്ച് വെക്കണം. ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ക്ലോറിൻ ഹാസ് ദ മോസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ജസ്റ്റിഫൈ. കുറച്ചു മുമ്പ് നമ്മൾ കണ്ട ആൻസർ തന്നെ കേട്ടോ, അത് തന്നെ എഴുതിക്കുക. ക്ലോറിനില് ഇലക്ട്രോൺ റിപ്പൽഷൻ ഈസ് ലെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ക്ലോറിൻ. ഈ ചോദ്യം രണ്ട് രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ് കണ്ടത്. ഓക്കെ, ഒന്നുകിൽ ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ലെസ് നെഗറ്റീവ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ മോർ നെഗറ്റീവ് ആണെന്ന് പറയാം. രണ്ടിന്റെയും ആൻസർ ഒന്ന് തന്നെ. ഇൻ ഫ്ലൂറിൻ the electrons are added to the n is equal to 2 quantum level, which is compact in size. And this is a compact in size, and there electron repulsion occurs. Whereas in chlorine, the added electron enters in the n is equal to 3 level, and which possess a larger space, and their electron repulsion is minimum compared to this fluorine. So that is why ഇതിന്റെ ഏതെങ്കിലും ആൻസർ ആയിട്ട് എഴുതുന്നത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നൗ തേർഡ് വൺ, നിയോൺ ഹാസ് പോസിറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ജസ്റ്റിഫൈ. നിയോൺ എന്ന് പറയുന്നത് ആരാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ആരാണ്? നോബിൾ ഗ്യാസ് ആണ്. അതിന് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ തരാൻ കാരണം എന്താണ്? ബിക്കോസ് നോബിൾ ഗ്യാസസ് possess a stable fully filled configuration. So one more electron add ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? To the next principal level, that is an unstable state. So the electron gain neon has positive value of electron gain enthalpy. Okay, ഇനി അടുത്തത് define electron gain enthalpy. എന്താണ് electron gain enthalpy? It is the enthalpy change when an electron is added to one isolated gaseous atom. അല്ലെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെയും പറയാറുണ്ട്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് when an electron is added to one isolated gaseous atom. പക്ഷെ ഇപ്പോഴും എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ആയിരിക്കില്ല. നമ്മൾ കണ്ടു നോബിൾ ഗ്യാസസിന് അത് പോസിറ്റീവ് വാല്യൂ ആണ്. നമ്മൾ എനർജി അങ്ങോട്ടേക്ക് കൊടുത്താലേ അവിടെ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ കാര്യം ശ്രദ്ധിച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ടു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയുണ്ട്? അറ്റോമിക് സൈസ് ഉണ്ട്, ന്യൂക്ലിയർ ചാർജ് ഉണ്ട്, ഷീൽഡിംഗ് ഇഫക്റ്റ്. അതിൽ ഏതെങ്കിലും എഴുതുക. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ടേം ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസിലെ അടുത്ത ഇമ്പോർട്ടന്റ് ടേം ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? The tendency of an atom in a molecule to attract the shared pair of electrons. ഒരു മോളിക്യൂളിലെ ഒരു ആറ്റത്തിന്, ഇത് ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബോണ്ടാണ്. ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്താണ് ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ തന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്താനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഹിയർ ദിസ് ക്ലോറിൻ possess more tendency to attract this shared pair of electrons. അപ്പൊ ഇവിടെ ക്ലോറിൻ ആണ് കൂടുതൽ. അപ്പൊ ക്ലോറിന് ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് ഒരു പോസിറ്റീവ് ചാർജും കിട്ടും. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. The tendency of an atom to attract the shared pair of electrons towards itself. അടുത്തേക്ക് ചേർത്ത് നിർത്താനുള്ള കഴിവ്. അത് ഒരു പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അതുകൊണ്ട് ഇലക്ട്രോണിനെ ആകർഷിക്കാനുള്ള കഴിവ്, ആ ടെൻഡൻസി കൂടി വരുന്നു. സോ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു ഡ്യൂ ടു ഇൻക്രീസിംഗ് ന്യൂക്ലിയർ ചാർജ്. ഇനി ടോപ്പ് ടു ബോട്ടം ഗ്രൂപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? ഗ്രൂപ്പില് അറ്റോമിക് സൈസ് കൂടുന്നു, ഷീൽഡിംഗ് ഇഫക്റ്റ് കൂടുന്നു. അതുകൊണ്ട് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നു. അതുകൊണ്ട് ഇലക്ട്രോണിനെ ചേർത്ത് നിർത്താനുള്ള കഴിവ് കൂടുകയാണോ കുറയുകയാണോ? സോ ദാറ്റ് ഡിക്രീസസ്. സോ ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ്.
ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റിയെ മെഷർ ചെയ്യുന്ന പല സ്കെയിലുകളുണ്ട്. ഒന്നാമത് സ്കെയില് പോളിംഗ് സ്കെയില്, സയന്റിസ്റ്റിന്റെ പേരാണ് പോളിംഗ് സ്കെയില്. അതനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള എലമെന്റ് എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. ഫ്ലൂറിനാണ് ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഉള്ള എലമെന്റ് പോളിംഗ് സ്കെയിൽ പ്രകാരം. ഇതിലാണ് ഏതൊക്കെ സ്കെയിലുകളുടെ പേര് എഴുതാൻ പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അനദർ സ്കെയിൽ ഈസ് മുള്ളിഗൻ ജാഫെ സ്കെയിൽ. Then Aldred Rocco സ്കെയിൽ. ഇതൊക്കെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് മെഷർ ചെയ്യുന്ന വിവിധതരം സ്കെയിലുകളാണ്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മറ്റു ചില ചോദ്യങ്ങൾ. The first member of a group of elements in the S and P block differs from the rest of the family in chemical behavior. Give reason. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് മെമ്പർ ഓഫ് എ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ എസ് ആൻഡ് പി ബ്ലോക്കില് ഡിഫേഴ്സ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി ഫാമിലി. ഫസ്റ്റ് മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ ആരെയായിട്ട് എടുക്കാം? ആ സെക്കൻഡ് പീരിയഡ് എലമെന്റ്സ് ആയിട്ട് എടുക്കാം അല്ലെ. സോ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇത്രയും എലമെന്റ്സ്. ഈ എലമെന്റ് ബാക്കി താഴേക്കുള്ള എലമെന്റ്സിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്താണ് കാരണം? കാരണം എന്താണ്? ആ ഗ്രൂപ്പില് പല കാരണങ്ങളുണ്ട് അല്ലെ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഫസ്റ്റ് ആ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ സൈസ് ഉള്ളത് ആരാണ്? ഈ ഫസ്റ്റ് എലമെന്റ്. ആ ഗ്രൂപ്പിലെ താഴേക്ക് വരുന്ന ഒരു സൈസ് കൂടിക്കൂടിയില്ലേ വരുന്നേ. സോ ദ ഫസ്റ്റ് റീസൺ ഈസ് സ്മോൾ സൈസ്. എന്തുകൊണ്ടാണ്? സ്മോൾ സൈസ് ആണ്. പിന്നെ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ ആണ്. ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ ഹൈ ആണ്. ഓക്കെ. തേർഡ് വൺ, താഴേക്ക് വരുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ എങ്ങനെയായിരിക്കും? ഇലക്ട്രോണിനെ ആകർഷിച്ചു നിർത്താനുള്ള കഴിവ് താഴേക്ക് വരുന്തോറും ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുകയല്ലേ ചെയ്യുന്നത്, ഷീൽഡിംഗ് ഇഫക്റ്റ് കൂടുന്നത് കാരണം. അപ്പൊ ഇലക്ട്രോണിനെ ചേർത്ത് നിർത്താനുള്ള ആ കഴിവ് കുറഞ്ഞു വരുന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് ഈ ഫസ്റ്റ് എലമെന്റ്സിനല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇതെല്ലാം ഫസ്റ്റ് എലമെന്റിന്റെ പ്രത്യേകതകളാണ് കേട്ടോ. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇനി ഈ എലമെന്റ്സിന്റെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ എല്ലാം ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നത് ഏത് സബ്ഷെല്ലിലേക്കാണ്? n is equal to 2 ലെവലാണ്. അതായത് 2s1, 2s2, 2s2, 2p1, കാർബണിലെ 2p2 വാലൻസ് സബ്ഷെല്ല് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. നൈട്രജൻ 2p3, ഓക്സിജൻ 2p4, ഫ്ലൂറിൻ 2p5. ഇങ്ങനെയാണ് ഷെല്ലുകൾ. അതായത് n is equal to 2 ലെവലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആകെ n is equal to 2 ലെവലിൽ ഏതൊക്കെ ഓർബിറ്റൽസ് ഉണ്ട്? 2sഉം 2pയും ഓർബിറ്റൽസേ ഉള്ളൂ. അപ്പൊ മൊത്തം എത്ര എണ്ണം ഉണ്ട്? s ഒരു ഓർബിറ്റലും p 3 എണ്ണം. അപ്പൊ ടോട്ടല് 4 വാലൻസ് ഓർബിറ്റൽസ് ആണ് ഉള്ളത്. ഇതിന് എന്തില്ല? ഡി സബ്ഷെല്ലുണ്ടോ? ഇല്ല. പക്ഷെ ഇതിന്റെ തൊട്ട് താഴെയുള്ള എലമെന്റ്സിലെല്ലാം എന്തുണ്ട്? ഡി സബ്ഷെല്ലുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ആബ്സെൻസ് ഓഫ് ഡി സബ്ഷെൽ. ആബ്സെൻസ് ഓഫ് ഡി സബ്ഷെൽ. ഓക്കെ. ഈ ഡി സബ്ഷെൽ ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ വാലൻസി എന്ന് പറയുന്നത് മാക്സിമം ഈ എലമെന്റ്സിന് എത്ര ആറ്റങ്ങളുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടാം? പരമാവധി 4 അല്ലേ. വീക്കെൻഡ് ഓർബിറ്റൽസ് ഉണ്ടെങ്കിലല്ലേ അങ്ങോട്ടേക്ക് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയറിംഗ് ഒക്കെ പറ്റുള്ളൂ. അപ്പം അവിടെ വീക്കെൻഡ് ഓർബിറ്റൽസ് അല്ല, ടോട്ടൽ ഓർബിറ്റൽസ് എന്ന് പറയുന്നത് 4 ഉള്ളൂ. അപ്പൊ അതിന്റെ കോവാലൻസി എന്ന് പറയുന്നത് എത്ര ആറ്റങ്ങളുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടാം? പരമാവധി 4. എന്നാൽ ഒരു 3 ലെവൽ ആണെങ്കിൽ n is equal to 3 ലെവൽ ആണെങ്കിൽ ഏതൊക്കെ ഓർബിറ്റൽസ് ഉണ്ട്? 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. അതായത് ഒരു s, 3p, 5d. ടോട്ടൽ എത്രയായി നോക്കിക്കേ? 9 ഓർബിറ്റൽ ഉണ്ട്. അവിടെ കോവാലൻസി 4ന് മുകളിൽ പോകാം. ഓക്കെ, അവിടെ ഓർബിറ്റൽ ഉണ്ട്. ഇനി അപ്പൊ ആബ്സെൻസ് ഓഫ് ഡി സബ്ഷെല്ല് ഒരു റീസൺ ആണ്. ഇനി 5ാമത്തെ കാര്യം നോക്കിക്കേ.
ഈ എലമെന്റ്സിനെല്ലാം പി പൈ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. എന്തുണ്ട്? പി പൈ ബോണ്ട്. നമുക്കറിയാം കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്, കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഓക്സിജൻ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് രണ്ട് പി ഓർബിറ്റലുകൾ തമ്മിലല്ലേ ഓവർലാപ്പ് ചെയ്യുന്നത്. കാർബണിന്റെ 2p2 ആണ്. ഈ സബ്ഷെല്ല് തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് പി പൈ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ് ഈ ഫസ്റ്റ് സെക്കൻഡ് പീരിയഡ് എലമെന്റ്സിനുണ്ട്. മാത്രമല്ല ഇവ മറ്റ് എലമെന്റ്സുമായിട്ടും ഇവർ തമ്മിൽ ഉണ്ടാക്കുന്നു. ഇതുപോലെ നൈട്രജനും തമ്മിൽ ഉണ്ടാക്കുന്നുണ്ട്. N ട്രിപ്പിൾ ബോണ്ട് N പഠിച്ചിട്ടില്ലേ? ഇതുപോലെ കാർബണും നൈട്രജനും തമ്മിൽ മറ്റ് എലമെന്റ്സുമായിട്ടും അവര് തമ്മിൽ കാർബണും നൈട്രജനും തമ്മിൽ പി പൈ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. കാർബണും ഓക്സിജനും തമ്മിൽ പി പൈ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നൈട്രജനും ഓക്സിജനും തമ്മിൽ പി പൈ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിലെല്ലാം ഉള്ള കഴിവാർക്കൊണ്ട് ഈ ഫസ്റ്റ് എലമെന്റിനുണ്ട് ആ ഗ്രൂപ്പില്. സോ എബിലിറ്റി ടു ഫോം, ലാസ്റ്റ് പോയിന്റ്, എബിലിറ്റി ടു ഫോം പി പൈ ബോണ്ട്. എന്താണ് പി പൈ ബോണ്ട്? ഇത്രയും കാരണങ്ങൾ കൊണ്ട് ഈ ഫസ്റ്റ് മെമ്പർ ബാക്കിയുള്ള എലമെന്റ്സിനെ അപേക്ഷിച്ച് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സ്മോൾ സൈസ്, ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ആബ്സെൻസ് ഓഫ് ഡി സബ്ഷൻ ആൻഡ് എബിലിറ്റി ടു ഫോം പി പൈ ബോണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അലൂമിനിയം ഫോംസ് AlF6 3-, but boron does not form BF6 3-. ശ്രദ്ധിച്ചു വായിക്കണം. അലൂമിനിയം എന്ത് ഫോം ചെയ്യുന്നു? AlF6 3-, but boron does not form BF6 3-, but forms BF4-, even though both belong to same group. എന്താ അതിന്റെ റീസൺ എന്ന് തന്നെ കൺഫ്യൂസിംഗ് ആയി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം അലൂമിനിയത്തിന്റെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ വരുമ്പോൾ അലൂമിനിയത്തിന്റെ കോവാലൻസി എത്രയാണ്? 6 ആണ്. ബോറോണിന്റെയോ 6 ആണ്. പക്ഷെ ബോറോണിന് ഇത് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ബോറോണിന് എന്തില്ല? ഡി ഓർബിറ്റല് ഇല്ല. ഡി ഓർബിറ്റൽ ഈസ് ആബ്സെന്റ് ഇൻ ബോറോൺ. So it cannot expand its covalency beyond 4. 4ൽ കൂടുതൽ കോവാലൻസി കാണിക്കാൻ ആർക്ക് പറ്റില്ല? ബോറോണിന് പറ്റില്ല. ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p1 ആണ്. ഇതിനാകെയുള്ള ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലുമാണ്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 4 വാലൻസ് ഓർബിറ്റൽസേ ഉള്ളൂ. So there is no d orbital, so it cannot expand its covalency beyond 4. അതാണ് അതിന്റെ ആൻസർ. ബോറോൺ BF4- ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ പഠിച്ചില്ലേ, അതിൽ ഒന്നാണ് ഇതിന്റെ റീസൺ. ഓക്കെ, അടുത്തത് നോക്കിക്കേ. ഫോസ്ഫറസ് ഫോംസ് PCl5, but nitrogen does not form NCl5. Give reason. ഒന്ന് ആലോചിച്ച് നോക്കിയേതാ? ഫോസ്ഫറസ് PCl5 ഉണ്ടാക്കുന്നു, പക്ഷെ നൈട്രജൻ ഉണ്ടാക്കുന്നില്ല. ഈ ഫോസ്ഫറസും നൈട്രജനും എവിടെയാണ് കിടക്കുന്നത് നോക്കി? ആ നൈട്രജൻ ഫാമിലിയിൽ നൈട്രജന്റെ തൊട്ട് താഴെ കിടക്കുന്ന എലമെന്റ് ആണ് ഫോസ്ഫറസ്. നൈട്രജൻ NCl5 എന്ന് പറഞ്ഞാൽ വാലൻസി എത്രയാണ്? 5 വേണം. 5 ആക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3 ആണ്. ആകെ വാലൻസ് ഷെൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒരു എസും 3 പിയും. സോ ഇറ്റ് cannot expand its covalency beyond 4. So due to absence of d orbital in nitrogen, it cannot form NCl5. ഫോസ്ഫറസിന് ഫോം ചെയ്യാൻ പറ്റും, കാരണം ഫോസ്ഫറസിന് എന്തുണ്ട്? ഡി സബ്ഷെല്ല് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ അസിഡിക് ഓക്സൈഡ് അമംഗ് ദ ഫോളോയിങ്? ഫൈനൽ ഇയർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പീരിയോഡിക് ടേബിളിൽ എക്സ്ട്രീം ലെഫ്റ്റിലുള്ളത് ഫോം ചെയ്യുന്നത് ബേസിക് ഓക്സൈഡ് ആണ്. എക്സ്ട്രീം ലെഫ്റ്റിലുള്ള ഓക്സൈഡുകൾ എന്താണ്? അതായത് ആൽക്കലി മെറ്റൽസ്, ആൽക്കലി എർത്ത് മെറ്റൽസ് ഇതൊക്കെ ഫോം ചെയ്യുന്ന ഓക്സൈഡുകൾ എന്താണ്? ബേസിക് ഓക്സൈഡ് ആണ് എക്സ്ട്രീം ലെഫ്റ്റിലുള്ളത്. ഇനി എക്സ്ട്രീം റൈറ്റിലുള്ളത് എന്താണ്? അസിഡിക് ഓക്സൈഡ് ആണ്. ഇനി മിഡിലായിട്ട് കാണപ്പെടുന്ന എലമെന്റ്സ് എപ്പോഴും എന്തായിരിക്കും? ആംഫോടെറിക്കോ ന്യൂട്രലോ ആയിരിക്കും.
മിഡിൽ എലമെന്റ്സ് ഫോം ചെയ്യുന്ന ഓക്സൈഡുകൾ. ആംഫോട്ടറിക് ഓർ ന്യൂട്രൽ. ആംഫോട്ടറിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് റിയാക്ട്സ് വിത്ത് ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. ആസിഡായിട്ട് ബേസുമായിട്ടും റിയാക്ട് ചെയ്യാൻ കഴിവുള്ളവയാണ് ആംഫോട്ടറിക് എന്ന വാക്കിൽ അറിയപ്പെടുന്നത്. ഇനി അതിന് എക്സാമ്പിൾ ആണ് Al2O3, As2O3. ഇതെല്ലാം ആംഫോട്ടറിക് ഓക്സൈഡിന് എക്സാമ്പിൾ ആണ്. ഇനി ന്യൂട്രൽ ഓക്സൈഡിന് എക്സാമ്പിൾ CO, NO, N2O. ഇതെല്ലാം ന്യൂട്രൽ ഓക്സൈഡ് ആണ്. ഷോസ് നൈദർ അസിഡിക് നോർ ബേസിക് ബിഹേവിയർ. അസിഡിക് ബിഹേവിയർ കാണിക്കുന്നില്ല, ബേസിക് ബിഹേവിയർ കാണിക്കുന്നത്. ന്യൂട്രൽ ആണ്. ഇതൊക്കെ വൺ വേർഡിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിഡിക്ട് ദ ഫോർമുല ഫോംഡ് ബൈ ദ ഫോളോയിങ് എലമെന്റ്സ്. ഈ എലമെന്റ്സ് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല പ്രിഡിക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇത് അറിയണമെങ്കിൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ വേണം. എവിടെയാണ് എലമെന്റ്സ് കിടക്കുന്നതെന്ന് അറിയണം. സിലിക്കൺ എന്ന് പറയുന്ന എലമെന്റ് കിടക്കുന്നത് ഗ്രൂപ്പ് 14 ആണ്, 14ാമത്തെ ഗ്രൂപ്പാണ്. ബ്രോമിൻ എന്ന് പറയുന്നത് 17ാമത്തെ ഗ്രൂപ്പാണ്. ഓക്കെ, ഇനി വാലൻസിയും അറിയണം. എന്താണ് വാലൻസി? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെൽ. ഗ്രൂപ്പ് 14ലെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ ഇങ്ങനെ കിടക്കുന്നത് NS2 NP2 അല്ലെ? ഇതാണ് വാലൻസ് ഷെല്ല്. NS2 NP2 ആണ്, 14 ആണ്. അപ്പൊ വാലൻസി എത്രയാണ്? 4 ആണ്. ഇവിടെയോ ബ്രോമിൻ എത്രയാണ്? 7 ആണ്. ഒന്നുകിൽ 7 എന്ന് പറയാം, അല്ലെങ്കിൽ 8 മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെൽ. 8 മൈനസ് എന്ന് പറയുമ്പോൾ വാലൻസ് ഇലക്ട്രോൺസ് 7 ആണ്. അപ്പം ഇവിടെ വാലൻസി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? 8 മൈനസ് 7 വിച്ച് ഈസ് ഈക്വൽ ടു 1 ആയിട്ട് എടുക്കാം. അപ്പം ഒരു ഇലക്ട്രോണിനെ കൂടി കിട്ടിയാൽ സ്റ്റേബിൾ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആയി. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ ഫോർമുല എങ്ങനെ എഴുതും? സിലിക്കണിന്റെ വാലൻസി ബ്രോമിന്റെ വാലൻസി സിലിക്കണിനും, ദാറ്റ് ഈസ് 1. സിലിക്കണിന്റെ വാലൻസി ബ്രോമിനും കൊടുക്കുക. സോ SiBr4. ഇതാണ് കോമ്പൗണ്ട്. ഓക്കെ, ഇനി അലൂമിനിയം ആൻഡ് സൾഫർ. അലൂമിനിയത്തിന്റെ വാലൻസി, അലൂമിനിയം ഏത് ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് 13ാം ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് 13. സൾഫർ ഏത് ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് 16 ആണ്. ഇതിന്റെ വാലൻസി 3 ആണ്. സൾഫറിന്റെ വാലൻസി 6 ആണ്. 6 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ രണ്ട് രീതിയിൽ എടുക്കാം. 8 മൈനസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു 2. 2 ഇലക്ട്രോണിനെ കൂടി കിട്ടിയാൽ അത് ഏത് കംപ്ലീറ്റ് സ്റ്റേറ്റിലേക്ക് മാറും അല്ലെ? അപ്പൊ 2 ആയിട്ടും നമുക്ക് എടുക്കാം. സോ അലൂമിനിയത്തിന്റെ വാലൻസി സൾഫറിനും, അലൂമിനിയത്തിന്റെ വാലൻസി 3 ആണ്, അത് സൾഫറിന് കൊടുക്കുന്നു. സൾഫറിന്റെ വാലൻസി 2 ആണ്, അത് അലൂമിനിയത്തിന് കൊടുക്കുന്നു. സോ ദ ഫോർമുല ഈസ് Al2S3. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി, then anomalous behavior of the first element in each group, then acidic character of the oxides, how to write the formula of a compound. ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കുക, കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.